അഭിഷേക്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സഹോദരിയെ പീഡിപ്പിച്ച യുവാവിനെ രണ്ട് യുവാക്കൾ ചേർന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് കുത്തുന്ന ഒരു വീഡിയോ. വലിയ രീതിയിലുള്ള വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിലിട്ടാണ് ഈ യുവാവിനെ ഇവർ കുത്തുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ വലിയ രീതിയിൽ ഏറ്റെടുത്തൊരു വീഡിയോ കൂടിയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനൊന്നും അല്ല. യഥാർത്ഥ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പം എന്തായിരുന്നു ആ ഒരു സംഭവം? കഴിഞ്ഞ 31-ാം തീയതി വൈകിട്ട് 6 മണിയോടെയാണ് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. അവിടെ ഒരു കണ്ണൂർ സ്വദേശിയെ രണ്ട് അപരിചിതരായ യുവാക്കൾ ചേർന്ന് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. അതിഭീകരമായൊരു കാഴ്ചയായിരുന്നു. അത് കണ്ട ഓടിക്കൂടിയ നാട്ടുകാരും ഓട്ടോറിക്ഷക്കാരും പോലീസുകാരും, പ്രത്യേകിച്ച് പോലീസുകാർക്കൊക്കെ അവിടെ ഡ്യൂട്ടി ഉള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു ഔട്ട് പോസ്റ്റ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് പോലീസും പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്തി. ആ ഒരു ദൃശ്യം, ആരോ പകർത്തിയ ഒരു ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ നല്ലൊരു തലക്കെട്ടോടെ പ്രചരിച്ചു. സഹോദരിയെ പീഡിപ്പിച്ചവനെ കുത്തിവീഴ്ത്തി സഹോദരനും സുഹൃത്തും. അപ്പോൾ നമ്മുടെ പണ്ട് കൃഷ്ണപ്രിയയുടെ കേസിൽ ശങ്കരനാരായണൻ ആഘോഷിക്കപ്പെട്ടതുപോലെ ചെറിയ രീതിക്കെങ്കിലും ഇതിലെ പ്രധാന പ്രതികളും ആഘോഷിക്കപ്പെട്ടു. എന്നാൽ അതിന് നേരെ വിപരീതമായി മറ്റൊരു ട്വിസ്റ്റാണ് ഈ കേസിൽ പോലീസിനടക്കം പറയാനുള്ളത്. ഇതിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ഇതിലെ പ്രധാന പ്രതിയുടെ കാമുകിയാണ്. ഇതിൽ 2 പ്രതികളാണുള്ളത്. വഞ്ചിയൂർ സ്വദേശി, തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശിയായ ശിവപ്രസാദ്, 25 വയസ്സാണ്. ഇയാളുടെ സുഹൃത്ത് സിബിയാണ് ഈ കേസിലെ പ്രധാന പ്രതി. സിബിക്ക് 23 വയസ്സാണ്. ഇതിൽ പരിക്കേറ്റയാളുടെ പേര് റിയാസ്. ഇയാൾ കണ്ണൂർ താഴേചൊവ്വ സ്വദേശിയാണ്. ഇതിൽ നമുക്കറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ സിബിയുടെ കാമുകിയെ റിയാസ് കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏതാനും നാളുകൾക്ക് മുൻപ് പീഡിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നത് ഈ സിബിയുടെ കാമുകി ഊട്ടിയിൽ വിദ്യാർത്ഥിനിയായിരുന്നു. ഈ ഊട്ടിയിൽ വിദ്യാർത്ഥിനിയായിരിക്കെ ഒരു ദിവസം യാദൃച്ഛികമായി വഴിയിലെന്തോ തിരയുന്ന സിബിയുടെ കാമുകിയെ റിയാസ് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ കണ്ടു. ഊട്ടിയിൽ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഒരു പെൺകുട്ടി ഒരു പ്രദേശത്ത് നിന്ന് എന്തോ തിരയുന്നത് കണ്ട് കാറിൽ നിന്നിറങ്ങി ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, എന്താണ് ഇവിടെ തിരയുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ ഇയാളോട് ആ പെൺകുട്ടി മറുപടി പറയുന്നത് തൻ്റെ മാല ഇവിടെ എവിടെയോ കളഞ്ഞുപോയി, അത് അന്വേഷിക്കുകയാണ്, അത് പരതുകയാണെന്ന് പറയുന്നു. അങ്ങനെ റിയാസ് ഈ പെൺകുട്ടിയെ താൻ ഇത്തരത്തിലൊരു മാല എനിക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അത് താൻ അവിടെയുള്ളൊരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ വിളിച്ച് കാറിലേക്ക് കയറ്റി ഇയാൾ ഈ പെൺകുട്ടിയുമായിട്ട് പോവുകയും പിന്നീട് ഈ പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കലർന്ന എന്തോ നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെ പ്രതികാരം ചെയ്യാൻ ഈ റിയാസിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ കേസ് പെൺകുട്ടി പോലീസിനോടല്ല പറഞ്ഞിരിക്കുന്നത്, സിബിയോടാണ്, കാമുകനായ സിബിയോടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ പ്രതികാരം ചെയ്യാനായിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു സിബി. ഇതിനായി സിബി ഒപ്പം കൂട്ടിയതാണ് ശിവപ്രസാദ് എന്ന് പറയുന്ന സുഹൃത്തിനെ. അങ്ങനെ ഇരുവരും ചേർന്ന് പലതവണ കണ്ണൂരിലെത്തി ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. കാണുന്നില്ല, ഇയാളിലേക്ക് പോകാനുള്ള ഒരു തുമ്പും ലഭിക്കുന്നില്ല. അങ്ങനെ ഇവർക്ക് തോന്നിയ ഒരു ആശയമായിരുന്നു ഈ പെൺകുട്ടിയുടെ പേരിൽ ഒരു വ്യാജ ID ഉണ്ടാക്കുക, ഈ IDയിലൂടെ ഇയാളിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ പെൺകുട്ടിയുടെ പേരിൽ ഒരു വ്യാജ സാമൂഹിക മാധ്യമ അക്കൗണ്ട് ഉണ്ടാക്കി ഇവർ ഈ റിയാസിനെ, കണ്ണൂർ സ്വദേശിയായ റിയാസിനെ മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയച്ച് ഇയാളുമായിട്ടൊരു ബന്ധമുണ്ടാക്കുന്നു. ശേഷം ഇയാളെ കാണാം, ഈ പെൺകുട്ടി ഇയാളെ കാണാനായിട്ട് പെൺകുട്ടി എന്ന വ്യാജേന ഇവർ റിയാസിനെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തുന്നു. റിയാസ് ഈ പെൺകുട്ടിയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ ഒരു സുഹൃത്തിനെയും കൂട്ടി ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വന്ന റിയാസ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ സിനിമയ്ക്ക് പറഞ്ഞയക്കുന്നു. സിനിമയ്ക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഈ പെൺകുട്ടിക്കായിട്ട് ഈ KSRTC ബസ് സ്റ്റാൻഡിൽ കാത്തിരുന്നു. ഈ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഇരുചക്ര വാഹനത്തിൽ ആലപ്പുഴയിലേക്ക് എത്തിയ ഈ സിബിയും സുഹൃത്തും കല്ലുപാലത്തിന് അവിടെ ഈ വാഹനം വെക്കുകയും അവിടെ നിന്ന് ആലപ്പുഴ ഔട്ട് പോസ്റ്റ് വഴി KSRTC സ്റ്റാൻഡിലേക്ക് എത്തി അവിടെ പെൺകുട്ടിയെ കാത്തിരുന്ന ഇയാളെ കണ്ടെത്തി ആക്രമിക്കും. ഇയാളെ കണ്ടെത്തി ആദ്യമേ തന്നെ ഇയാൾക്ക് എന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ റിയാസിനെ പരിക്കേൽപ്പിക്കുന്നത് കണ്ട് ഓടിക്കൂടിയതാണ് നാട്ടുകാരും ഓട്ടോക്കാരും ഒക്കെ. ഇവർക്കാണ് എന്താണ് സംഭവമെന്ന് അറിയാത്ത പോയത്. കാരണം ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് വന്ന് 2 യുവാക്കൾ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നു. പെട്ടെന്ന് നാട്ടുകാർക്ക് പ്രതികരിക്കാനും പേടിയായിരിക്കും. കാരണം
കത്തി, ഒരു മാരകായുധം വെച്ചുള്ള ഒരു സംഘടനമാണ് നട റോഡിൽ നടക്കുന്നത്. എന്താണ് സംഭവമെന്ന് അറിയുന്നതിനും പെട്ടെന്ന് തന്നെ പോലീസ് എത്തുകയും ഇയാൾക്ക് തുടയിടുക്കിലും അതുപോലെ തന്നെ പിൻഭാഗത്തും അടക്കം കുത്തേറ്റിട്ടുണ്ട്. ഈ സംഘടനയൊക്കെ കഴിഞ്ഞ് പോലീസ് എത്തിയാണ് ഇയാളെ ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിക്കുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ സംഭവം മുൻവൈരാഗ്യമാണോ, എന്ത് തരത്തിലുള്ള പ്രകോപനമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷിക്കുന്നത്. അപ്പോൾ സിബി പറയുന്നത് പ്രകാരമാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇതിൽ റിയാസ് പോലീസിനോട് ഒന്നും വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. കാരണം ഇത് സാധാരണ ഒരു കത്തിക്കുത്തിൽ ഒരു ഇരയായി വന്ന ഒരാൾ ആ ഒരു പീഡന കേസിൽ പ്രതിയായി പോകും. കാരണം ഇതിൽ സിബി പറയുന്നത് സത്യമാണ് എന്ന് റിയാസ് സമ്മതിച്ചു കൊടുത്താൽ ഊട്ടിയിൽ നടന്ന ആ പീഡന കേസ് അടക്കം പൊങ്ങി വരും. ആ ഒരു പേടിയായിരിക്കാം ഒരുപക്ഷെ റിയാസിനെ കൊണ്ട് ഈ ഒരു കേസിൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിനോട് വെളിപ്പെടുത്താതെ. നമ്മളിന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ പോലീസ് പറയുന്നത് പോലും ഈ ഇരയായിട്ടുള്ള റിയാസ് ഒന്നും വിട്ടു പറയുന്നില്ല. ഒരു കുത്തേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ആളുടെ മൊഴിയെടുക്കാൻ പോകുന്ന പോലീസുകാർക്ക് നിരാശയോടെയാണ് വരുന്നത്. ഒരുപക്ഷെ ഇയാൾക്ക് പരാതിയില്ലെന്നൊക്കെ പറഞ്ഞു കളയും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പീഡന കേസാണ്. ഇവർ വളരെയധികം ആഘോഷിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നത് നോക്കുക, ധാരാളം കൂടി. ആലപ്പുഴയിൽ സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് പുറത്തു നിന്നെത്തിയ 2 പേർ, ഒരാൾ കണ്ണൂർ സ്വദേശി, 2 പേർ തിരുവനന്തപുരം സ്വദേശികൾ. അങ്ങനെ 2 പേർ വന്ന് പെട്ടെന്നൊരു ദിവസം നഗരഹൃദയത്തിലാണ്, പ്രത്യേകിച്ച് 6 മണി എന്നൊക്കെ പറഞ്ഞാൽ ആലപ്പുഴ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ തിരക്കേറിയ സമയമാണ്. പൊതുവെ ബസ് സ്റ്റാൻഡും ബോട്ടിയേറ്റിയും ഒക്കെ അടുത്തുള്ളതുകൊണ്ട് ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു നഗരഹൃദയത്തിൽ കിടന്ന് ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കി ആ ഒരു സംഘടന വീഡിയോ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. അതിൽ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചു, ഒരുപാട് മാധ്യമങ്ങൾ. പക്ഷേ കമന്റ് ബോക്സ് ആയിരുന്നു കൂടുതൽ ആഘോഷം. കമന്റ് ബോക്സ്, പ്രത്യേകിച്ച് ഈ ഇരയായ ഒരു പെൺകുട്ടി ലൈംഗിക ഉപദ്രവം നേരിടുന്നു. അതിലെ പ്രതിയായ ഒരാൾ പൊതുജന മധ്യത്തിൽ വെച്ചാണ് കുത്തേറ്റിരിക്കുന്നത്. അപ്പോൾ വീരനായകന്മാരായി ഇരുവരും പെട്ടെന്ന് മാറി. അങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ സ്റ്റാറ്റസുകളായി, ഷെയറുകളായി, അങ്ങനെ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്നു. അതിനുശേഷമാണ് ഇതിൽ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്, പോലീസ് പറയുന്നത്. അത് ഈ സിബിയുടെ വാക്കുകളിൽ നിന്നാണ്. ഇത് വളരെ ആസൂത്രണത്തോടെ നടത്തിയ ഒരു ആക്രമണമാണ്. തക്കം പാർത്തിരുന്നു എന്നൊക്കെ പറയില്ല, ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു വിവരം അറിയുന്ന കാമുകൻ ഇതിലെ പ്രതിയോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നു. അതിനൊപ്പം ഒരു സുഹൃത്ത് കൂടുന്നു. നമ്മുടെ ശങ്കരനാരായണൻ്റെ കേസിൽ ശങ്കരനാരായണനൊപ്പവും സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഈ റിയാസിൻ്റെ പേരിലൊക്കെ നിരവധി ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ അയാൾ ആലപ്പുഴയിലേക്ക് വന്നത് ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഒരു സുഹൃത്തുമായിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു, ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി സുഹൃത്തിനെ സിനിമയ്ക്ക് അയക്കുന്നു. ഈ സുഹൃത്ത് മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. ഇയാൾ സിനിമയ്ക്ക് പോയിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ വലിയ സംഘട്ടനമാണ് നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ കുത്തേറ്റ ആൾക്കാണ് ഇപ്പോൾ പഴി മുഴുവൻ കേൾക്കുന്നത്. ഒരു ഇര എന്നതിനപ്പുറം ഇയാൾ ചെയ്തു വെച്ചതിനൊക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ സിബി എന്ന 23 വയസ്സുകാരനും ശിവപ്രസാദ് എന്ന സുഹൃത്തും കൂടി കാമുകിയോട് ചെയ്ത ദ്രോഹത്തിന്, കാമുകിയെ പീഡിപ്പിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട 2 പേരുടെ ഒരു പ്രതികാരത്തിൻ്റെ കഥ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും റിയാസ് എന്തെങ്കിലും വിട്ടു പറഞ്ഞാലേ പോലീസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇയാൾ വിട്ടു പറയാത്ത പക്ഷം കൂടുതൽ വിവരങ്ങൾ പോലീസ് അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് എടുക്കും. കാരണം ഇത്തരത്തിലൊരു പീഡന ആരോപണം ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് സംഭവിച്ചത്? സഹോദരിയായാലും ഭാര്യയായാലും കാമുകിയായാലും പീഡനം. എന്തായാലും അവർ ചെയ്തത് തെറ്റാണ്, അത് ആഘോഷിക്കേണ്ടത് തെറ്റല്ല എന്നാണ് ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണമല്ല കമന്റ്സ് പറയുന്നത്. എന്തായാലും ഒരാളെ പൊതുജന മധ്യത്തിൽ കുത്തിവീഴ്ത്താനൊന്നും പറ്റില്ല. പക്ഷെ നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് അയാൾ പോയില്ല. ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് മാനഹാനി ഉണ്ടായേക്കാം എന്നുള്ളൊരു ഇതിലായിരിക്കാം ഒരു പരാതിക്ക് പോലും പോകാത്തത്. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സാധാരണയായിട്ട് നിയമ സംവിധാനങ്ങളിലൂടെ പരാതി കൊടുക്കുകയും ഈ കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇരുവരും നീതി നടപ്പാക്കാൻ സ്വയം ഇറങ്ങി. അങ്ങനെ ആലപ്പുഴ ബസ് സ്റ്റാൻഡ് ഒരു പോരാട്ട ഭൂമിയാക്കി മാറ്റി. എന്തായാലും റിയാസ് എന്തെങ്കിലും വിട്ടു പറയുമ്പോൾ നമുക്കും കൂടുതൽ എന്തെങ്കിലും വിട്ടു പറയാം.